to my channel. നമുക്കൊന്നൊരു സ്റ്റിച്ച്ഡ് ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. നമുക്ക് ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് ഫസ്റ്റ് ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്ക് ലൈനിലായിട്ട് സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ബോർഡർ നോക്കിയാൽ അറിയാം, ഇത് കോപ്പർ സെരിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോപ്പർ ബീഡ്സ് വെച്ചിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കോപ്പർ ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഔട്ട്ലൈനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോർമൽ നീഡിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു നീഡിൽ 12 ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ സെയിം കളറിൽ മെഷീൻ ത്രെഡ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോൺ ചെയിൻ ചെയ്തതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കോപ്പർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കോപ്പർ ബീഡ് 2 mm ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കോപ്പർ ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തെടുത്ത് കുറച്ച് സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വൈറ്റ് കളറിലെ ഫിറ്റിംഗ് കുന്തൻ എടുത്തിട്ടുണ്ട്, ബ്ലൂ കളറിലെ കട്ടിംഗ് കുന്തനും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ്, കോപ്പറിലെ ഷുഗർ ബീഡ്സും 2 ബീഡ്സും എടുത്തിട്ടുണ്ട്. 2 ബീഡ്സ് ഞാനിവിടെ ഡൾ ഗോൾഡൻ ആണ് എടുത്തിരിക്കുന്നത്. കോപ്പർ ബീഡ്സ് എനിക്ക് കിട്ടിയില്ല, കോപ്പർ കളറിൽ ഇത് കിട്ടാത്തതുകൊണ്ട് ഡൾ ഗോൾഡൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫിറ്റിംഗ് കുന്തൻ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഇതൊരു അറേഞ്ച്മെൻറ്റാണ്. ഈ 4 മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിറ്റിംഗ് കുന്തൻ ഒട്ടിച്ചതിന് ശേഷം തൊട്ടടുത്തായിട്ട് 2 ബീഡ് വെർട്ടിക്കലായിട്ട് വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കട്ടിംഗ് കുന്തനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫിറ്റിംഗ് ഒന്ന് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഇരിക്കുന്നത്, ഇതിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഒട്ടിക്കുവാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ എല്ലാ എഡ്ജസും മാറാവുന്ന രീതിക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് 2 ബീഡ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓരോ 2 ബീഡിൻ്റെ നേർക്കും കോപ്പർ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു കോപ്പർ ബീഡ് വെച്ചിട്ട് ഈ ഒരു വർക്ക് ചെയ്തു. ഇനി അടുത്ത് ഞാൻ കോപ്പർ കളറിലെ തന്നെ കുറച്ച് സർദോസി ഇങ്ങനെ ലോങ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിങ് കുന്തലിൽ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർദോസി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിന് വരുന്ന അത്രയും ലെങ്ത് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് അളന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് എളുപ്പമാവും. അപ്പോൾ നമ്മളിപ്പോൾ ലേസി ചെയ്യുന്നത് പോലെ ഇവിടെ നിന്ന് നീഡിലിനെ എടുത്തിട്ട് ഇതിനെ ഒന്ന് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ച് നീഡിലിനെ താഴെ ഇറക്കുക. എടുത്തിട്ട് നമ്മളിതിൻ്റെ ടിപ്പിലായിട്ടൊരു നോട്ടിട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റോണിൻ്റെ ടിപ്പിലായിട്ടൊരു നോട്ടിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഇതേ വർക്ക് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ബാക്ക് നെക്കിലും ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു സ്ലീവിനകത്ത് ഒരു നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബോർഡറാണ് വരുന്നത്. ഈ ഒരു ബോർഡറിനെ ഞാൻ ഓരോ സെക്ഷൻ ആക്കുവാണ്, ഒരു 3 സെക്ഷൻ ആക്കുവാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഔട്ട്ലൈൻ ഫസ്റ്റത്തെ ഈ ഒരു ലൈനിലായിട്ട് സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ മിഡിലായിട്ട് വരുന്നൊരു ലൈനിൽ ഏറ്റവും അവസാനത്തെ ലൈനിലും ഇതുപോലെ കൊടുത്തിട്ട് കോപ്പർ ബീഡ് വെച്ചിട്ടൊരു ഔട്ട്ലൈൻ. അതിനുശേഷം നമ്മൾ നെക്ക് ലൈനിൽ ചെയ്ത ആ ഒരു സ്റ്റോൺസിൻ്റെ അറേഞ്ച്മെൻറ്റാണ്, സ്റ്റോൺസും ബീഡ്സും വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.